നല്ല അടിപൊളിയായിട്ടുള്ള മിക്സഡ് ഫ്രൈഡ് റൈസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മസാല പുരട്ടി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പുറത്തെ അടുപ്പിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുതിർത്തി വെച്ച ബാസ്മതി റൈസ് ഇട്ട് വേവിച്ചെടുക്കാം. കൂടെ തന്നെ ഉപ്പും ഓയിലും ഒഴിച്ച് വേവിച്ചെടുക്കാം നല്ലപോലെ. ഇപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നല്ലതുപോലെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിന് ഒരുപാട് മസാലയൊന്നും ആവശ്യമില്ല, കുറച്ച് മസാല മതി. അതുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. നമ്മളെ ചിക്കനെല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. റൈസ് ഒരുപാട് വെന്ത് പോകാൻ പാടില്ല, 90% മാത്രം വെന്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഊറ്റിയെടുക്കാം. ഇത് തണുത്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത് വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ട് ചെയ്ത് വെക്കാം. ബീൻസിന് പകരം പയറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ക്യാരറ്റും സവാളയും ചേർത്ത് വഴറ്റിയെടുക്കാം. ഒരു പകുതി വെന്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ക്യാപ്സിക്കവും തക്കാളിയും പച്ചമുളകും ഇട്ട് വഴറ്റി കൊടുക്കാം. എല്ലാം പകുതി വെന്താൽ മതിയാവും, ഓവറായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് വേറെ മസാലകളൊന്നും ചേർക്കണ്ട. എന്നിട്ട് ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാൻ തന്നെ വീണ്ടും വെച്ച് ഓയിൽ ചൂടാക്കാൻ വയ്ക്കാം. ഇതാണ് മെയിൻ സ്റ്റെപ്പ് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിൽ. നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോഴത്തേക്കും ഈ രീതിയിലാണ് ചെയ്യുന്നത്. റൈസ് ഫ്രൈ ചെയ്തെടുക്കാം ഓയിലിൽ. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ 1.5 കപ്പ് അളവിലുള്ള അരിയാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കുന്നത്. ഇതുപോലെ എല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം കഴിക്കുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. അതേ പാനിൽ തന്നെ നമുക്ക് നേരത്തെ വഴറ്റി വെച്ച് വെജിറ്റബിൾസ് ഇല്ലേ, അതിട്ട് സോയ സോസും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. കൂടെ തന്നെ കുരുമുളകും ചേർത്ത് വഴറ്റി കൊടുക്കാം. എല്ലാം പെട്ടെന്ന് ആവും കേട്ടോ. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വിനീഗറും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചില്ലേ ചിക്കൻ, അത് കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ പീസാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാനിപ്പോൾ പകുതി റൈസ് എടുക്കുന്നുള്ളൂ, ബാക്കി പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. കുറച്ച് വെജിറ്റബിൾസ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. കഴിക്കാൻ കിടിലനായിട്ടുള്ള മിക്സഡ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.